Next, let us study about capacitance of 3-core cable. So, നമ്മൾ capacitance of single core cable പഠിച്ചതാണ്. Single core cable എന്ന് പറയുമ്പം അവിടെ ഒരു കണ്ടക്ടറേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കോറേ ഉള്ളൂ. ഓക്കെ, സോ 3-core cable എന്ന് പറയുമ്പം അത് 3-phase സർവീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 3-core cable. സോ 3-core കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 3 കണ്ടക്ടർ കാണും. ഓക്കെ, സോ ഈ 3 കണ്ടക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ 3 കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻസുലേറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ, അതാണല്ലോ കപ്പാസിറ്റർ. സോ ഇവിടെയും അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ കണ്ടക്ടറിൽ ഒരു ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ അപ്പം അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവിടെ കപ്പാസിറ്റൻസ് എഫക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് 3 കണ്ടക്ടേഴ്സാണ്. സോ ആ കണ്ടക്ടേഴ്സിൽ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇൻസുലേറ്ററാണ്. ഓക്കെ, സോ ഈ ഷീത്തും നമ്മളൊരു സ്യൂട്ടബിൾ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, അത് എർത്ത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഈ 3 കോറിന് ഇൻ ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് വരും. അതിനെയാണ് നമ്മൾ CC വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. CC ഇസ് കോൾഡ് ആസ് കോർ ടു കോർ കപ്പാസിറ്റൻസ്. സോ 3 കണ്ടക്ടറിൻ്റെ ഇടയ്ക്ക് കപ്പാസിറ്റൻസ് എഫക്റ്റ് വരും, അതാണ് CC. ഇനി അതുകൂടാതെ ഈ കണ്ടക്ടറും ഷീത്തും, ഓക്കെ, സോ ഔട്ടർ ഈ ലെയറാണ് ഷീത്ത് വരുന്നത്. ഓക്കെ, സോ ആ കണ്ടക്ടറും ഷീത്തും അതിൻ്റെ ഇൻ ബിറ്റ്വീനും കപ്പാസിറ്റൻസ് എഫക്റ്റ് വരും. സോ ആ കപ്പാസിറ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് CE, ദറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു എർത്ത് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ CS വെച്ചും ഡിനോട്ട് ചെയ്യും. CS എന്ന് പറഞ്ഞാൽ ഷീത്ത് കപ്പാസിറ്റൻസ്. ഓക്കെ, സോ 3-core കേബിളിൻ്റെ കേസിൽ ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് കപ്പാസിറ്റൻസ് വരും, അതുകൂടാതെ കണ്ടക്ടറും ഷീത്തിൻ്റെ ഇടയ്ക്കും കപ്പാസിറ്റൻസ് വരും. ഓക്കെ, സോ അതിൻ്റെ ഒരു ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, സോ ഫിഗർ വരുമ്പം ഈ CC കപ്പാസിറ്റൻസ് ഡെൽറ്റ കണക്റ്റഡും CE കപ്പാസിറ്റൻസ് സ്റ്റാർ കണക്റ്റഡും ആണ്. ഓക്കെ, സോ നമുക്ക് ഈ സെക്കൻഡ് ഫിഗറിനെ നമുക്ക് ഇങ്ങനെ റീഡ്രോ ചെയ്യാം. സോ CC കപ്പാസിറ്റൻസ് ഡെൽറ്റ കണക്റ്റഡ് ആണ്, അത് ഡെൽറ്റ കണക്റ്റഡ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അതായത് കണ്ടക്ടർ കാരണം വരുന്ന കപ്പാസിറ്റൻസ് ആണ്. ഇനി കണ്ടക്ടറും എർത്തും അല്ലെങ്കിൽ ഷീത്തും അതിനിടയ്ക്ക് വരുന്ന കപ്പാസിറ്റൻസ് ആണ് CE. സോ CE കപ്പാസിറ്റൻസ് സ്റ്റാർ കണക്റ്റഡ് ആയിട്ടാണ് വരിക. ഓക്കെ, സോ നമുക്ക് ഈ ഫിഗറിനെ ഈ തേർഡ് ഫിഗറായിട്ട് വരയ്ക്കാം, ഇങ്ങനെ റീഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വലൻറ്റ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ഔട്ടർ ഡെൽറ്റ ഫോം ചെയ്ത ആ ഒരു ഫിഗർ നമുക്ക് സ്റ്റാർ കണക്റ്റഡ് ആക്കാം. ഓക്കെ, സോ ഔട്ടർ ഇതിലെ CC ഡെൽറ്റ വാല്യൂ കൺസിഡർ ചെയ്യുക, അതിനെ നമുക്ക് സ്റ്റാറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷനൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം 3 ഡെൽറ്റ കണക്റ്റഡ് റെസിസ്റ്റേഴ്സ് ഹാവിങ് സെയിം വാല്യൂ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി R/3 ചെയ്താൽ മതി. ഓരോ ബ്രാഞ്ചിലും R/3 റെസിസ്റ്റൻസ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഇവിടെ കപ്പാസിറ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. സോ കപ്പാസിറ്റൻസിനെ ഫ്രം ഡെൽറ്റ ടു സ്റ്റാർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 3cc വെച്ചിട്ട്, അതായത് 3 ടൈംസ് C വെച്ചിട്ട് ഓരോ ബ്രാഞ്ചിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഈക്വൽ വാല്യൂ ആയതുകൊണ്ടാണ് 3 ടൈംസ് കപ്പാസിറ്റൻസ് വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഇക്വേഷനാണ് വരിക. ഓക്കെ, സോ ഈ ഡെൽറ്റനെ സ്റ്റാർ ആക്കാൻ വേണ്ടി ഈക്വലൻ കപ്പാസിറ്റൻസ് കിട്ടാൻ വേണ്ടി 3 ടൈംസ് C ചെയ്താൽ മതി. സോ ഇവിടെ CC ആണ്. ഓക്കെ, സോ ഓരോ ബ്രാഞ്ചിലും ഈക്വലൻ കപ്പാസിറ്റൻസ് എന്ത് വരും? 3cc എന്ന് വരും. സോ ഡെൽറ്റനെ നമ്മൾ സ്റ്റാർ ആക്കി. സോ ഈ ഔട്ടർ ഡെൽറ്റനെ നമ്മൾ സ്റ്റാർ ആക്കി. ഇനി അതുകൂടാതെ അകത്തൊരു സ്റ്റാർ കണക്റ്റഡ് ഉണ്ട്. സോ നമുക്ക് ഈ ഡെൽറ്റനെ നമ്മൾ സ്റ്റാർ ആക്കി, അതുകൂടാതെ ഇവിടെ CE സ്റ്റാർ കണക്റ്റഡ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ 2 സ്റ്റാർ കണക്റ്റഡും കൂടെ നമുക്ക് ഫിഗർ ഇങ്ങനെ ആവും. ഓക്കെ, സോ അതായത് ഈ ബ്രാഞ്ചും പാരലായിട്ട് വന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ 2 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട്, ഇപ്പം 2 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പം അതിൻ്റെ ഇക്വലൻ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ C1ഉം ഇത് C2 ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ C1 × C2/C1 + C2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം 2 കപ്പാസിറ്റൻസ് വാല്യൂ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഹാവിങ് സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റൻസ് വാല്യൂ രണ്ടെണ്ണം പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് വാല്യൂ വരുന്നത് C + C ആണ്, 2C ആണ് വരിക. ഓക്കെ, അതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ
ഇപ്പം രണ്ട് കപ്പാസിറ്റൻസ് വാല്യൂ ഈക്വൽ ആയിട്ടുള്ള കപ്പാസിറ്റൻസ് വാല്യൂ അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സീരീസ് ആയതുകൊണ്ട് അത് C/2 ആണ് വരിക. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. അപ്പോൾ രണ്ട് കപ്പാസിറ്റൻസ് ഇവിടെ ഓരോ ബ്രാഞ്ചിലും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്ത് വരണം? ഈ C=+ CE ചെയ്താൽ മതി, നമുക്ക് അവിടുത്തെ ഇക്വലൻ്റ് കിട്ടും. ഓക്കെ, സോ CE + CE ചെയ്താൽ ആ ബ്രാഞ്ചിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടി, ഡിനോട്ടഡ് ബൈ CN. ഓക്കെ, സോ ഇവിടെ CE നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് 3cc ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ CN നമുക്ക് ഓരോ ബ്രാഞ്ചിലും CE + 3cc എന്ന് കിട്ടി. CN എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഓഫ് ഈച്ച് കോർ ടു ന്യൂട്രൽ ആണ്. ഓക്കെ, സോ നടുക്ക് നമുക്കറിയാം ഇത് സ്റ്റാർ കണക്റ്റഡ് ആണ്, സോ ഇത് ന്യൂട്രൽ ആണ്. സോ ഇത് ഓരോന്നും കോറാണ് ഈ ABC പോയിന്റ് എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റൻസ് ഓഫ് ഈച്ച് കോർ ടു ന്യൂട്രൽ വാല്യൂ ഇസ് CE + 3cc. ഓക്കെ, സോ നമുക്കിനി ചാർജിങ് കറണ്ട് IC കണ്ടുപിടിക്കാൻ വേണ്ടി V phase by XC ചെയ്താൽ മതി. സോ V phase XC എന്ന് പറഞ്ഞാൽ അത് 1/ωc ആണ്. ഒമേഗയ്ക്ക് 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് 2πf V phase CN എന്ന് കിട്ടും. സോ CN അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CN നമുക്ക് കിട്ടി 3cc + CE ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചാർജിങ് കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പം ഇവിടെ CN is equal to 3cc + CE ആണ്. ഓക്കെ, സോ CC കോർ ടു കോർ കപ്പാസിറ്റൻസും കോർ ടു എർത്ത് കപ്പാസിറ്റൻസ് CE കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ CN കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ CC CE കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് കേസസ് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അടുത്തത് ഇനി അതാണ് പഠിക്കാനുള്ളത്, മെഷർമെൻറ്റ് ഓഫ് CE ആൻഡ് CC വേർ CE is the core to earth capacitance and CC is the core to core capacitance. ഓക്കെ, സോ ശരിക്കുള്ള ഫിഗർ ഇതാണ്, ആക്ച്വൽ ഫിഗർ ഇതാണ്. ഓക്കെ, സോ നമ്മൾ ഈ CE ആൻഡ് CC കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് കേസസ് ഇനി കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, സോ അതിന് വേണ്ടി ഫസ്റ്റ് കേസ് ഏതാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് കേസ് വരുന്നത്, ഇൻ ദ ഫസ്റ്റ് മെഷർമെൻറ്റ് ദ 3 cores are bunched together, that is common, and the capacitance is measured between the bunched cores and the sheath. ഓക്കെ, സോ ഫസ്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ എടുക്കുകയെന്ന് വെച്ചാൽ ഈ 3 കോറിനെയും നമ്മൾ ബഞ്ച് ചെയ്യുവാണ്. ഓക്കെ, ബഞ്ച് ചെയ്യാന്ന് വെച്ചാൽ 3 കോറും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫിഗർ ശരിക്കുള്ള ഫിഗർ ഇതാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇവിടെ 3 കണ്ടക്ടർ ഉണ്ട്. ആ 3 കണ്ടക്ടറിനെയും ഫസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി 3 കണ്ടക്ടറും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുവാണ്. അതായത് ഇതിനെ നമ്മൾ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ വാല്യൂ എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ വാല്യൂ 0 ആണ്. ഇൻ എഫക്റ്റ് C വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സോ 3 കോറും ബഞ്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം അവിടുത്തെ കപ്പാസിറ്റൻസ് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കപ്പാസിറ്റൻസ് ഇനി മെഷർ ചെയ്യുന്നത് it is measured between the bunched core and the sheath. ഓക്കെ, സോ നമ്മൾ ഇതിന് അക്രോസ് ബഞ്ച്ഡ് കോറും പിന്നെ ഷീത്തിന് അക്രോസും നമ്മൾ കപ്പാസിറ്റൻസ് വാല്യൂ മെഷർ ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ എടുക്കുന്ന കപ്പാസിറ്റൻസ് C1 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി അവിടെ കിട്ടുന്ന കപ്പാസിറ്റൻസ് വാല്യൂ നമ്മൾ എടുക്കുന്നത് C1 ആയിട്ടാണ്. ഓക്കെ, സോ ഈ ഫിഗർ ഇങ്ങനെ ആവും. നേരത്തെ ആ ഫിഗർ 3 കോറ് ബഞ്ച് ചെയ്യുമ്പം ഫിഗർ ഇങ്ങനെ ആവും. ഓക്കെ, അതായത് 3 കപ്പാസിറ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം CC വാല്യൂ ഇല്ല, CE മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് 3ഉം സെയിം പൊട്ടൻഷ്യലാണ്, 0 പൊട്ടൻഷ്യലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ നമ്മൾ C1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 CE മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 3 CE വാല്യൂ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു പോയിന്റ് ഷീത്തിലും അടുത്ത പോയിന്റ് ഓരോന്നും കോറിലായിട്ടാണ് ഈ 3 CE കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഫിഗറിനെ ഇങ്ങനെ റീഡ്രോ ചെയ്യാം. അതായത് ഇത് CE CE CE, അതായത് ഒരു CEയുടെ ഒരു പോയിന്റ് കോറിലും ഒരു പോയിന്റ് എർത്തിലുമാണ് അല്ലെങ്കിൽ ഷീത്തിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ പാരലായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ ആ ഫിഗർ അങ്ങനെയാണ് വരിക. ഓക്കെ, സോ ഇത് കോറ്, താഴത്തെ ഷീത്താണ്. സോ 3 CE കപ്പാസിറ്റൻസ് വാല്യൂ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഷീത്ത് ഇസ് എർത്ത്. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ,
സോ ഇത് ഷീത്താണ്. സോ ഇത് മൂന്നും CE. ഓക്കെ, സോ ഈ മൂന്ന് CEയുടെ ഇക്വലൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ C1 വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ മൂന്ന് കപ്പാസിറ്റൻസ് വാല്യൂ, അതായത് സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് C1 ഇസ് ഈക്വൽ ടു 3 ടൈംസ് CE ആയിരിക്കും. ഓക്കെ, മൂന്ന് റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണെങ്കിൽ R/3 എന്ന് പറയുന്ന പോലെ മൂന്ന് കപ്പാസിറ്റൻസ് സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം അത് 3 ടൈംസ് ആവും. ഓക്കെ, സോ 3 CE ആയിരിക്കും. സോ ഫസ്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് C1 ഇസ് ഈക്വൽ ടു 3 CE കിട്ടി. അതിൽ നിന്ന് നമുക്ക് CE കണ്ടുപിടിക്കാം. CE ഇസ് ഈക്വൽ ടു C1/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് മെഷർമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് CE കിട്ടി. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് മെഷർമെൻറ്റ്. സെക്കൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ 2 cores are bunched with the sheath and the capacitance is measured between them and the third core. ഓക്കെ, ഇപ്പം സെക്കൻഡ് കേസിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നമ്മൾ 2 കോറിനെ ഷീത്തുമായിട്ട് ബഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഷീത്തുമായിട്ട് ബഞ്ച് ചെയ്യുക മീൻസ് അതിനെ നമ്മൾ ഷീത്തുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ മെയിൻ ഫിഗർ നോക്കാം. സോ ഇതാണ് മെയിൻ ഫിഗർ. സോ രണ്ട് കോറ് ഷീത്തുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. സോ ഇത് രണ്ടും ഷീത്തുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഷീത്തുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ CE വാല്യൂവും പോവും, ഈ CE വാല്യൂവും പോവും. ഓക്കെ, അത് രണ്ടും 0 ആവും. പിന്നെ അതുകൂടാതെ ഇവിടെ ഇത് രണ്ടും 0 പൊട്ടൻഷ്യലാണ്. സോ ഈ CC വാല്യൂ ഇല്ലായിരിക്കും, അതും 0 ആയിരിക്കും. ഓക്കെ, സോ ഈ സെക്കൻഡ് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഫിഗർ ഇങ്ങനെയാണ് വരിക. 2 കോറ് ഷീത്തുമായിട്ട് ബഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഇവിടുത്തെ CC വാല്യൂവും പോവും, പിന്നെ രണ്ട് CE വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഉള്ള ഫിഗർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസിനെ നമ്മൾ C2 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്. സോ ആ C2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, ഇപ്പം നമ്മൾ 3 ഡിഫറെൻറ്റ് പോയിൻ്റ് എടുക്കാം. ഇത് A, ഇത് B, പിന്നെ അപ്പുറത്തുള്ളത് C. സോ ഇത് A, ഇത് B, ഈ പോയിൻ്റ് C ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇത് ഷീത്ത് എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷീത്ത് എർത്ത് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം CE കപ്പാസിറ്റൻസ് വരും. ഓക്കെ, സോ അത് CE കപ്പാസിറ്റൻസ് ആണ്. ഇത് പോയിൻ്റ് A. ഇനി പോയിൻ്റ് എയിൽ എന്താണ്, 2 കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. CC കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സോ ഇത് BC പോയിൻ്റ് ആണ്. ഓക്കെ, സോ ഇത് BC. ഓക്കെ, സോ ഈ കപ്പാസിറ്റൻസ് CC ആണ്, ഇത് CE ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. സോ കണക്ഷൻ വരുമ്പം നമുക്കിനി ഇത് ഇക്വലൻ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇക്വലൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 2 കപ്പാസിറ്റൻസ് വാല്യൂ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ അത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 2CC ആണ്. ഓക്കെ, ഇനി ആ പാരലായിട്ട് കണക്ട് ചെയ്ത 2 കപ്പാസിറ്റൻസ് CE ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഇൻ എഫക്റ്റ് 2CC പ്ലസ് CE വാല്യൂ ആണ് C2 സെക്കൻഡ് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ C2 കിട്ടുന്നത് 2 core are bunched with the sheath and capacitance is measured between them and the third core. ഓക്കെ, സോ അതാണ് C2. ഇനി അടുത്തത് തേർഡ് മെഷർമെൻറ്റ്. The capacitance between 2 core or line is measured with the third core insulated or connected to the sheath. സോ ഇവിടെ തേർഡ് കോർ ഷീത്തുമായിട്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, തേർഡ് കോർ ഇസ് നോട്ട് കണക്റ്റഡ് ടു ഷീത്ത്. അതുകൊണ്ടാണ് ഇവിടെ കണക്ഷൻ കാണിക്കാത്തത്. കണ്ടോ, ഇവിടെ കണക്ഷൻ കാണിച്ചിട്ടില്ല. തേർഡ് കോർ ഇസ് ഇൻസുലേറ്റഡ് ഫ്രം ദ ഷീത്ത്. ഓക്കെ, സോ തേർഡ് കോർ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അപ്പോൾ വരുന്ന ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇത് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് എടുത്ത് നോക്കാം. ഇത് A പോയിൻ്റായിട്ട് നമുക്ക് എടുക്കാം. ഇത് B, ഇത് C. ഓക്കെ, സോ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം എർത്ത്, ദെൻ CE. ഓക്കെ, ഇത് CE. പിന്നെ അതിനുശേഷം ഈ 2 CC കപ്പാസിറ്റൻസ് നോക്കുമ്പോൾ അത് 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ CC സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് സീരീസ് ആയിട്ട് 2 സെയിം വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ CC/2 ആണ്. ഓക്കെ, സോ CC/2 വരും. അതുകൂടാതെ ഇവിടെ CC/2 ഉണ്ട്.
അതുകൂടാതെ ഇനി എ പോയിന്റിൽ കണക്ട് ചെയ്തത് ഈ സി സി ആണ്. ഓക്കെ, സോ ഇത് സി സി ബൈ 2, ഇത് എ പോയിന്റ് ആണ്, ഇത് സി സി. പിന്നെ അതിനുശേഷം ഈ സി പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സി ഇ ആണ്, സി ഇ. അത് എന്നിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് സി ഇ ആണ്. ഓക്കെ, സോ ഈ രണ്ട് സി സി ബൈ 2 രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പാരലായിട്ട് ഈ സി സിയും സി സി ബൈ 2 പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് രണ്ടും കൂടെ അപ്പം പ്ലസ് ചെയ്ത് നമുക്ക് എഴുതാം. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, സി സി പ്ലസ് സി സി ബൈ 2. ഓക്കെ, ഇനി ആ ആ ഫിഗർ ഈ സി ഇ ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ബാക്കി രണ്ട് സി ഇ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ സീരീസ് ആയിട്ട് രണ്ട് കപ്പാസിറ്റൻസ് വാല്യൂ കണക്ട് ചെയ്യുമ്പം സി ഇ ബൈ 2 ആണ് വരിക. ഓക്കെ, സോ നമുക്ക് എന്ത് വരും? C3 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സി ഇ പ്ലസ് 3 സി സി എന്ന് വരും. സോ ഈ സി ഇ പ്ലസ് 3 സി സി നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തതാണ്, അത് സി എൻ ആണ്. ഓക്കെ, സോ തേർഡ് മെഷർമെൻറ്റ് ചെയ്യുമ്പം C3 ഈസ് ഈക്വൽ ടു ഹാഫ് സി എൻ കിട്ടി. ഓക്കെ, സോ C1 C2 C3 വാല്യൂ വെച്ചിട്ട് നമ്മൾ സി സി ആൻഡ് സി ഇ കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് സി എൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് കപ്പാസിറ്റൻസ് ഓഫ് 3 കോർ കേബിൾ വരുന്നത്. ഓക്കെ, താങ്ക് യു.